പരിശോധിക്കാം. ഏകീകൃത കുർബാനയെ അർപ്പിക്കാനുള്ള മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച സിനഡ് സർക്കുലർ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കും. സിനഡ് ബിഷപ്പുമാർ സംയുക്തമായി ഒപ്പിട്ട് നൽകിയ സർക്കുലർ കുർബാനയ്ക്കിടെ വായിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ സർക്കുലർ വായിക്കില്ല എന്നാണ് അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ബിഷപ്പുമാരടക്കം ഒപ്പിട്ട് നൽകിയ സർക്കുലറാണ്, വായിക്കണമെന്ന് പറയുന്നു, പക്ഷേ വായിക്കില്ല എന്ന് സംരക്ഷണ സമിതി പറയുന്നു. എന്താണ് സംഭവിക്കുക? സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ കുർബാന ഏകീകരണ തർക്കം രൂക്ഷമാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ സിനഡിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തും, ഇതിനുവേണ്ടി മാത്രമായ ചില കാര്യങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊരു പൊതുധാരണയുണ്ടാകുമെന്ന രീതിയിൽ തന്നെയായിരുന്നു പരക്കെയും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരം ധാരണകൾ ഒന്നും ശരിയായ രീതിയിലല്ല എന്ന് തന്നെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ. കാരണം സിനഡ് നിർദ്ദേശിക്കപ്പെട്ട കുർബാന ഏകീകരണം അത് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ മാർ റാഫേൽ തട്ടിൽ, അതോടൊപ്പം സിറോ മലബാർ സഭയിലെ മുഴുവൻ ബിഷപ്പുമാരും ഒപ്പിട്ട് നൽകിയ കത്ത് ഇത് ഏതാണ്ട് നിരാകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് പള്ളികളിൽ നടക്കുന്നത്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും വിമത വിഭാഗത്തിനാണ് മേൽക്കൈയുള്ളത്. വൈദികരും വിശ്വാസികളും അടങ്ങുന്ന ഈ കുർബാന ഏകീകരണത്തെ അംഗീകരിക്കാത്ത പലരുമാണ് ഉള്ളത്. അത് പ്രകാരം ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്നത് കണക്കുകൾ പ്രകാരം തന്നെ 340ഓളം ഇടവകൾ അടക്കമുണ്ട്. ഇവിടങ്ങളിൽ 15 ഇടങ്ങളിൽ മാത്രമാണ് സാധാരണ രീതിയിൽ ഈ സഭയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു അനുവർത്തിക്കുന്ന രീതിയിലുള്ള കുർബാനകളടക്കം നടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ആ ഇടവുകൾ മാത്രമേ ഇത് ഉണ്ടാകൂ എന്ന വിമത വിഭാഗം അതിരൂപത സംരക്ഷണ സമിതി എന്ന പേരിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എറണാകുളം മഞ്ഞപ്ര മാർസ്റ്റീവ ഫെറോന പള്ളിയിൽ ഫാദർ ജോസഫ് വടക്കേടത്ത് ഇന്ന് രാവിലെയുള്ള കുർബാനയിൽ അതികുർബാനയിൽ സർക്കുലർ വായിച്ചിട്ടുണ്ട്. അവിടെ സഭാ നേതൃത്വത്തെ ഇതുപോലെ അംഗീകരിക്കുന്ന സർക്കുലർ വായിക്കണമെന്ന് അനിശ്ചിതയുള്ള വളരെ കുറച്ച് ദേവാലയങ്ങൾ മാത്രമാണ് ഈ രീതിയിലേക്ക് സർക്കുലർ വായിക്കുകയും ഏകീകൃത കുർബാന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ കുർബാന അത് ഇനിയും കുർബാനകളുണ്ട്, പള്ളികളിൽ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് വളരെ കുറച്ച് പള്ളികൾ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ വായിച്ചിട്ടുള്ളത് എന്നതാണ്. ഈ സർക്കുലർ വായിക്കാത്ത പള്ളികൾ അല്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത അവിടെ വൈദികർക്കെതിരെ അടക്കം കർശനമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സഭയുടെ നേതൃത്വം തന്നെയും അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത് മാർപ്പാപ്പയുടേതടക്കം സിനഡിൻ്റെതടക്കമുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിന് ശേഷം ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതടക്കം ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുർബാന ഏകീകരണം സംബന്ധിയായ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ സിറോ മലബാർ സഭയിൽ കൂടുതൽ കലുഷിതമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നിലവിൽ നടപടികളടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ സിറോ മലബാർ സഭയിലുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും സർക്കുലർ വായിക്കില്ല എന്നാണ് സഭാ സംരക്ഷണ സമിതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വായിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കർശനമായ നടപടികളിലേക്കടക്കം സഭാ നേതൃത്വം കടക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. എറണാകുളം